ഇവിടെ ഫസ്റ്റ് ക്ലാസ് ആണെന്ന്. നമ്മുടെ ഈ ഒരു കോഴ്സിൽ 13 കാറ്റഗറിയാണ് ഉള്ളത്. അതിൽ ബ്ലൗസ് മുതൽ എല്ലാതും ഉണ്ട്. പക്ഷെ നമ്മുടെ തുടക്കം എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പെറ്റിക്കോട്ടിൽ നിന്നാണ്. പെറ്റിക്കോട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? ഒക്കെ സൗണ്ട് ഒന്ന് ഓർക്കോ. ഷിമ്മീസ്, നോർമൽ ഒരു ഷിമ്മീസ്. അപ്പോൾ ഈ നോർമൽ ഷിമ്മീസ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അളവുകൾ, നമ്മൾ നോർമലായിട്ടൊരു ഒരു ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ അളവുകളിലല്ല നമുക്ക് ഷിമ്മീസ് പഠിക്കാൻ തരല് അല്ലേ? എന്താണ് നീളം ഇത്ര എടുക്കുക, വീതി ഇത്ര എടുക്കുക, പിന്നെ നെക്കിൻ്റെ അകലം ഇത്ര എടുക്കുക, ഷോൾഡർ നിങ്ങൾ ഇത്ര എടുക്കുക എന്നുള്ളൊരു അളവാണ് നമുക്ക്. ഒരു നിശ്ചിത അളവ്, ഒരു 5 വയസ്സായ കുട്ടിയുടേതോ അല്ലെങ്കിൽ 3 വയസ്സായ കുട്ടിയുടേതോ ഏതെങ്കിലും അല്ലേ? നമ്മൾ പഠിക്കേണ്ടത് അങ്ങനെയല്ല. നമുക്കങ്ങനെ പഠിക്കണ്ട. നമുക്ക് പഠിക്കേണ്ടത് ഈ ഷിമ്മീസ് എന്ന് പറയുന്നത് കുട്ടികൾ മാത്രം ഇടുന്നതാണോ? അല്ല. നമുക്ക് ഇട്ടൂടെ ഷിമ്മീസ്? നമുക്ക് ഇട്ടൂടെ ഷിമ്മീസ്? വേണ്ട മിച്ചക്ക് വേണ്ട. ഇപ്പം ഷിമ്മീസ് എന്ന് പറയുന്നത് കുട്ടികൾ മാത്രമല്ല. ഷിമ്മീസ് പഠിക്കണം എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ ക്ലാസ് അല്ലെങ്കിൽ ഒരു ആഡ്സ് കൊടുക്കുമ്പോൾ തന്നെ ഷിമ്മീസ് വേണ്ട. അങ്ങനെയല്ല, ഷിമ്മീസ് കുട്ടികൾക്ക് മാത്രമുള്ളതല്ല, നമുക്കും ഈ നേലടിക്കുന്ന ഡ്രസ്സിനൊക്കെ അകത്ത് നമുക്ക് ഷിമ്മീസ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളുടെ അളവിലേക്കായിട്ട് മാറ്റുമ്പോൾ അതിലൊരുപാട് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ നമ്മൾ ഈ പഠിച്ച ഷിമ്മീസ് പഠിക്കാൻ എടുത്ത ഒരു അളവുണ്ട്. ആ അളവിൽ മാത്രം നമ്മൾ ഷിമ്മീസ് മനഃപ്പാടമാക്കി വെച്ചാൽ നമുക്കത് നമ്മളിലേക്ക് ഉപകരിക്കുമ്പോൾ പറ്റുമോ? ആ അളവ് പ്രകാരം നമുക്ക് നമ്മുടെ അളവിലേക്ക് ഷിമ്മീസ് അടിക്കാൻ പറ്റുമോ? വളരെ ഈസി. സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ഷിമ്മീസ്. അതാർക്കും ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഷിമ്മീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ വേണ്ട നമുക്ക് അറിയുന്നതല്ല എന്നുള്ള രീതിയിൽ ഇരിക്കുന്നതാണ്. പക്ഷേ അത് സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് മറിച്ച് അളവിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ അത് കുട്ടികളുടെ അളവിൽ മാത്രം നമ്മൾ പഠിച്ച് മനഃപ്പാടമാക്കി വെച്ചത് കൊണ്ട് എന്തില്ല, കാര്യമില്ല. നമുക്കും സ്റ്റിച്ച് ചെയ്യണം ആ ഒരു ഷിമ്മീസ് അല്ലേ? നമുക്ക് സ്റ്റിച്ചിങ് തയ്യൽ തുമ്പ് നമുക്ക് അതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അതിൻ്റെ മുന്നേ നിങ്ങളിലിപ്പോൾ ചവിട്ട് അറിയാത്തവരുണ്ടോ? മിഷേൻ്റെ ചവിട്ട് എല്ലാവർക്കും അറിയാം. എങ്കിലും മിഷേൻ്റെ ചവിട്ട് അറിയാം. മിഷേൻ്റെ ചവിട്ട് ബാലൻസ് കിട്ടിയിട്ടുണ്ട്. സ്റ്റിച്ചിങ്ങും അറിയാം. പക്ഷേ ചിലപ്പോൾ നമ്മൾ മോട്ടറൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്, സ്പീഡിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒന്നും അങ്ങോട്ടും പാളിപ്പോവാർക്കുണ്ട് അല്ലേ? അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കണം ആദ്യം നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ അളവിലേക്ക് വന്നാൽ മതി. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ സെൻഡ് ചെയ്ത് തരാം. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ട് കണ്ടിട്ട് അതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഒരു 1-2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ടൈമിലൊന്ന് മെനക്കെട്ടിട്ട് നിങ്ങൾ സ്റ്റിച്ചിങ്ങിൻ്റെ പരിഭവം, അതായത് മെഷീന് നിങ്ങളും ജസ്റ്റ് ഒന്ന് തല്ലുകൂടി കളിക്കുക. ഓക്കെ, ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു വൃത്തി, ആ ഒരു നിങ്ങളുടെ സ്റ്റിച്ചിങ് ഒന്ന് ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ടിരാം. അതാണ്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇന്ന് അയച്ചു തരാം. അതൊന്ന് കണ്ടിട്ട് അതേപോലെ ചെയ്ത് നോക്കാം. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അളവുകൾ, നിങ്ങളുടേതോ നിങ്ങളുടെ കുട്ടികളുടേതോ ഏതെങ്കിലും അളവുകൾ ഉടനെ ആദ്യം എന്ത് ചെയ്യരുത്, നിങ്ങൾ അളവ് വെച്ചിട്ട് ഒരു ഡ്രസ്സിൻ്റെ മേലെ അളവ് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് പഠിക്കരുത്. ആദ്യം നമുക്ക് പഠിക്കേണ്ടത് അളവ് എടുക്കാനും എടുത്ത അളവ് മാർക്ക് ചെയ്യാനും ആ മാർക്ക് ചെയ്തതിൽ നിന്ന് കട്ട് ചെയ്യാനും പഠിക്കാം. പിന്നെ അളവ് കിട്ടുമ്പോൾ ഉള്ളതല്ലേ, അത് വളരെ ഈസിയാണ്, വളരെ ഈസിയാണ്. അപ്പം നമ്മൾ ആദ്യം ടഫുള്ളത് പഠിച്ചതിന് ശേഷം ഈ ഒരു കാര്യത്തിൽ എല്ലാ മറ്റുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ആദ്യം ഈസി ഉള്ളത് പഠിച്ചിട്ട് ടഫിലേക്ക് പോവാറാണ്. നമുക്കിവിടെ ടഫ് ഉള്ളത് പഠിച്ചിട്ട് ഈസിയിലേക്ക് മാറാം. ഓക്കെ, അപ്പോൾ അളവ് ദേഹത്തുനിന്ന് എടുക്കാൻ പഠിക്കണം. അപ്പോൾ അതിനും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊന്നും അതിനെ വേസ്റ്റ് ആക്കണ്ട. അതിൻ്റെയൊക്കെ റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, നമുക്ക് അത് അയച്ചു തരാം. അളവെടുക്കേണ്ട രീതികൾ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, അത് അയച്ചു തരാം. ജസ്റ്റ് അതുപോലെ നിങ്ങൾ ദേഹത്തുനിന്ന് നിങ്ങൾക്ക് അളവെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്നും നോക്കി ക്ലിയർ ആക്കി എടുക്കാം. പിന്നെ വേണ്ടത് നമ്മുടെ ഫോർമുലകളാണ്. അത് നിങ്ങൾ ആദ്യം തന്നെ ഈ ഷിമ്മീസിൽ തന്നെ എഴുതി വെച്ച് വരണം. 1 by 1 ആയിട്ട് തന്നെ നിങ്ങൾ എഴുതിയെടുത്തിട്ട് വരണം. അതിൻ്റെ ഒരു കുഞ്ഞു ബുക്കുണ്ട്, അത് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ വാങ്ങിക്കണ്ട. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെയിനായിട്ട് നിങ്ങൾ നെക്കിൻ്റെ അകലവും ഷോൾഡറിൻ്റെ വിടുത്ത്, അതായത് ഷോൾഡർ എടുക്കുന്ന അളവ് മനസ്സിലാക്കേണ്ടതും 2 ഫോർമുല ഉണ്ട്. ആ ഫോർമുല ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാൻ നോക്കാം. മെയിനായിട്ട് ഷോൾഡർ ഫോർമുലയാണ്, അത് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാൻ നോക്കാം. ഇപ്പം തന്നെ ഉള്ള ഓരോ അളവുകളും മാർക്ക് ചെയ്യാനല്ല കേട്ടാ, ജസ്റ്റ് ഒന്ന് എഴുതി പഠിക്കുക, കാൽക്കുലേറ്റ് ചെയ്യാൻ. കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഈ താത്തമാരൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പിന്നോക്കം പോവുക. ഇവിടേക്ക് പണ്ടത്തെ 9ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ ഒന്ന് ഓടി പോവുക.
പറയാം. ആയിരിക്കും ഈ ഒരു ഭാഗത്താണ് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് വരാം. നമ്മുടെ ക്ലോത്ത് നമ്മൾ രണ്ടാക്കിയിട്ട് മടക്കിയിട്ടാണ് മാർക്ക് ചെയ്യുക അല്ലേ. ഉദാഹരണം കാണിക്കാം. ഇങ്ങനെയുള്ളൊരു ക്ലോത്ത്, ഇതാണ് മൊത്തം ക്ലോത്ത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഷോൾഡർ വരാം. ഈ 10 ഇഞ്ച് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാണ് വരാം. ആ 10 ഇഞ്ചിനെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ക്ലോത്തിനെ രണ്ടാക്കിയിട്ട് ഇങ്ങനെ മടക്കും അല്ലേ. ഫ്രണ്ടിലെ പീസിനെ ഇങ്ങനെ രണ്ടാക്കും, ബാക്കിലെ പീസിനെ ഇങ്ങനെ രണ്ടാക്കും. അപ്പോൾ എന്തായി? പകുതി ഭാഗമായി. ഇപ്പം പകുതി ഭാഗം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ടോട്ടൽ ഷോൾഡറിൻ്റെ പകുതി അല്ലേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക അല്ലേ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ടോട്ടൽ ഷോൾഡർ 10 എങ്കിൽ 10 നിന്നും ഇതുവരെ ക്ലിയർ അല്ലേ? അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇവിടുന്ന് പകുതി ഇങ്ങനെ മടക്കി വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. തയ്യൽ തുമ്പാണ് കൂട്ടേണ്ടത്. ഇനി തയ്യൽ തുമ്പിൻ്റെ ഭാഗത്ത് കുറച്ച് കൺഫ്യൂഷൻ വരും. ചിലർ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കും, ചിലർ 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കും, ചിലർ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കും. ഷോൾഡറിൻ്റെ ഭാഗത്ത് അതേപോലെ നെക്കിൻ്റെ ഈ ഭാഗത്ത് ഇവിടെയൊക്കെ നമുക്ക് തയ്യൽ തുമ്പ് എത്രയാണ് വേണ്ടതെന്ന് അറിയോ? നമ്മുടെ മിഷീനിൻ്റെ ഫൂട്ടുണ്ട്. ഈ ഒരു ഫൂട്ടിൻ്റെ ഈ ഒരു ഗേപ്പ് സെൻറ്ററിൽ കൂടെയാണ് നമ്മുടെ ക്ലോത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലോത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ കൂടെ തയ്ക്കുക. ഇങ്ങനെയല്ല തയ്ച്ച് വരാം. പ്രത്യേകിച്ച് സ്ലീവിൻ്റെ ഭാഗം, സ്ലീവല്ല, നമ്മുടെ നെക്കിൻ്റെ ഭാഗം, ഷോൾഡറിൻ്റെ ഭാഗം, ഷോൾഡർ മേലെ ജോയിൻ ചെയ്യുന്ന ഈ ഭാഗം ഒക്കെ നമ്മൾ ഇങ്ങനെയാണ് തയ്ച്ച് വരാം അല്ലേ. അപ്പോൾ നമുക്ക് ഈ സെൻറ്ററിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1/4 ഇഞ്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്റ്റാൻഡേർഡ് അളവ് പ്രകാരം ഒരു 1/4 ഇഞ്ച് കുറച്ചാൽ മതി. സ്റ്റാൻഡേർഡ് അളവ് പ്രകാരം നമ്മൾ ഇപ്പോൾ എഴുതി പഠിക്കുന്ന രീതി പ്രകാരം 1/4 ഇഞ്ച് കുറക്കല്ല സാർ, കൂട്ടാം. ഇപ്പോൾ തയ്യൽ തുമ്പ് കൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ 1/4 ഇഞ്ച് കൂട്ടിയാൽ മതി. പക്ഷേ ഈ തുണി കോട്ടൺ അല്ല, അത് പിന്നിയതില്ല. ഒരു പിന്നുന്ന പോലത്തെ തുണി, അതായത് ഷിഫോണോ അല്ലെങ്കിൽ ജോർജറ്റോ അല്ലെങ്കിൽ നമ്മുടെ ക്രൈപ്പോ അങ്ങനെ ഉള്ള എന്താ പറയുക, പെട്ടെന്ന് പിന്നി പോകുന്ന ക്ലോത്താണെന്ന് കരുതുക. സാറ്റിൻ്റെ ക്ലോത്തൊക്കെ കണ്ടിട്ടില്ലേ? അങ്ങനെ സാറ്റിൻ്റെ ക്ലോത്ത്, അങ്ങനെയുള്ള ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്താൽ എന്താ സംഭവിക്കും? നമ്മളത് അടിച്ച് തീരുന്ന സമയമാകുമ്പോഴേക്കും, അതായത് ആ 1/4 ഇഞ്ച് ഇവിടെ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് സ്ലീവ് വെക്കുന്ന സമയമാകുമ്പോഴേക്കും എന്താവും? 1/4 ഇഞ്ച് പിന്നി പോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ തയ്യൽ തുമ്പ് കൂട്ടിയിടുക എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലോത്തുമേൽ തയ്യൽ തുമ്പ് കൂട്ടിയിടുന്ന സമയത്ത് തന്നെ ക്ലോത്തിൻ്റെ കണ്ടീഷൻ നോക്കണം. ക്ലോത്ത് കോട്ടൺ ആണോ സാറ്റിൻ ആണോ, പെട്ടെന്ന് പിന്നി പോകുന്ന ക്ലോത്ത് ആണോ എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നി പോകുന്ന ക്ലോത്തുകളാണ് എങ്കിൽ ഒരു 1/2 ഇഞ്ച് കൂട്ടി കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ തയ്യലിന് ഒരു ശൈലിയുണ്ട്. നമ്മളെ തയ്യലിന് ചിലർ ഇങ്ങനെ കയറ്റി അടിക്കും, അവിടെ പെട്ടെന്ന് കീറി പോകട്ടെ കയറ്റി അടിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ കയറ്റി അടിക്കില്ല, കറക്റ്റ് അളവിൽ കൂടെ ഞാൻ തയ്ക്കുള്ളൂ. അത് ഓരോരുത്തർക്കും ഒരു ശൈലിയാണ്. ചിലർ ജസ്റ്റ് ഇങ്ങനെ വിട്ട് തയ്ക്കാൻ നോക്കും. പക്ഷേ ഈ ഭാഗത്തൊക്കെ കൂടുതൽ വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉരുണ്ട പോലെ എടുക്കും, ഒരു വൃത്തികേടാണ്. ആ ഭാഗങ്ങളൊക്കെ കൂടുതൽ തയ്യൽ തുമ്പ് കൊടുക്കുമ്പോൾ, അതേപോലെ നെക്കിൻ്റെ ഭാഗത്തൊക്കെ തയ്യൽ തുമ്പ് കൊടുക്കുമ്പോൾ ഒരു വൃത്തികേടാണ്. മനസ്സിലായോ? നമ്മളിനി തയ്ച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കത് മടക്കുന്ന സമയത്ത് അത് വൃത്തികേടായിട്ട് കാണും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? പിന്നീട് കട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണെങ്കിലും അവിടെ എന്ത് വരുന്നുള്ളൂ? നമ്മുടെ തയ്യൽ തുമ്പിനനുസരിച്ചിട്ടുള്ള അളവ് അവിടെ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ, അപ്പോൾ ടോട്ടൽ ഷോൾഡർ എത്ര ആയിരുന്നു? 10 ഇഞ്ചായിരുന്നു. ഷോൾഡർ മൈനസ് ചെയ്തപ്പോൾ അവിടെ നമ്മൾ എത്ര ഇഞ്ചായിട്ടാണ് മാർക്ക് ചെയ്തത്? 4.5 ഇഞ്ചായിട്ടാണ് മാർക്ക് ചെയ്തത്. അപ്പം അതെങ്ങനെയാണ് ഷോൾഡർ മൈനസ് കിട്ടിയത് എന്നുള്ള വഴി ഒന്ന് പറഞ്ഞേ. ഓക്കെ, ഇത്രേ ഉള്ളൂ. നമ്മുടെ മെയിൻ ക്ലാസ് ആണത്. അത് നിങ്ങൾ ബൈഹാർട്ടാക്കി പഠിക്കുക. ഏത് അളവല്ല ബൈഹാർട്ടാക്കി പഠിക്കേണ്ടത്. ഞാനിപ്പോൾ ഈ പറഞ്ഞൊരു 10 ഇഞ്ചിൻ്റെ അളവ് പറഞ്ഞു തന്നു. അപ്പോൾ ഈ പറഞ്ഞു തരുന്ന അളവല്ല ബൈഹാർട്ടാക്കേണ്ടത്, ഈ പറഞ്ഞ ഫോർമുല നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായരുത്. മനസ്സിലായോ? ഈ അളവ് പ്രകാരം നിങ്ങൾ എന്താ ചെയ്യുക? ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഒരു 16 ഇഞ്ചിയുടെ അളവുള്ള ഒരാൾക്ക്, ഒരേ 16 ഇഞ്ച് അളവുള്ള ഒരാൾക്ക് 4 ഇഞ്ച് ബേക്കിലെ നെക്കിന് ഇറക്കം വന്നു കഴിഞ്ഞാൽ എത്ര ഇഞ്ച് എടുക്കണം? ഒരു 8 ഇഞ്ചോളം 8 ഇഞ്ചൊക്കെ ബേക്കിലെ നെക്കിന് ഇറക്കം വരും എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? 8 ഇഞ്ച് 10 ഇഞ്ച് ഉണ്ട്. ഉണ്ട്. നമ്മുടെ സിനിമാ നടിമാർ ഇടുന്ന കണ്ടിട്ടില്ല? അവരെ പുറം കണ്ടിട്ടില്ലേ നിങ്ങൾ? അപ്പൊ അത് നല്ല പുറം ഇങ്ങനെ കാണുന്നില്ലേ? അപ്പൊ അത് ഒരു 8 ഇഞ്ചോളം 10 ഇഞ്ചോളൊക്കെ ബേക്കിലേക്ക് നെക്കിന് ഇറക്കെടുക്കുന്നത് കൊണ്ടാണ് അല്ലേ. അപ്പൊ അവരെ സംബന്ധിച്ചിട്ടൊക്കെ എത്രയോ ചെറിയ ഷോൾഡർ ആയിരിക്കും അവർ മാർക്ക് ചെയ്യുമ്പോൾ എടുക്കുന്നത്.
നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ചെറിയ ഷോൾഡർ എടുത്തു കഴിഞ്ഞാൽ അത് ഇട്ട് കഴിഞ്ഞാൽ ഷോൾഡർ കറക്റ്റ് നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കും. ഏത് അളവിലുള്ള ഏതിപ്പോ 5 വയസ്സായ കുട്ടി, 10 വയസ്സായ കുട്ടി, 15 വയസ്സായ കുട്ടി, ആരെ നമ്മുടെ അളവ് എടുക്കുകയാണെങ്കിൽ ഇതേ തന്നെ ഫോർമുലക്ക് മാറ്റില്ല. അവിടെ അളവിൽ വ്യത്യാസം വരും. ഇപ്പൊ ഒരു 10 വയസ്സായ കുട്ടി, ഒരു കുട്ടിയുടെ കാര്യമായിട്ട് പറഞ്ഞത്, ആ ഒരു കുട്ടിയുടെ ഷോൾഡർ നമ്മൾ ഏകദേശം പറയാം ഈ 10 വയസ്സായ കുട്ടിക്കും ഈ അളവന്നെ മതി. അവിടെ ഉണ്ടല്ലോ ഒരു 10 വയസ്സായ കുട്ടി, അതിന് ഈ അളവന്നെ മതി എന്ന് കരുതാൻ പറ്റില്ല. കാരണം 10 വയസ്സിൽ തന്നെ മെലിഞ്ഞ കുട്ടികളും ഉണ്ട്, തടിച്ച കുട്ടികളും ഉണ്ട്. അവിടെ സൈസിൽ വ്യത്യാസം വന്നു. അപ്പൊ സൈസ് എത്ര വേണേലും വ്യത്യാസം വന്നോട്ടെ, ഫോർമുലക്ക് എന്തില്ല, മാറ്റില്ല. അപ്പൊ അതാണ് ഫോർമുലയാണ് മനപ്പാടാക്കി പഠിക്കേണ്ടത്, അളവല്ല. ഞാൻ പറഞ്ഞു തരുന്ന അളവ് പഠിക്കണം, കാരണം നിങ്ങളുടെ അവിടെ ഉള്ള കുട്ടികളുടെ അളവിൽ വ്യത്യാസം വരും. ഇനിയിപ്പോ സെയിം അളവ് തന്നെയാണെന്ന് കരുതാം. എനിക്കാണ് തയ്ക്കുന്നത്, എനിക്ക് 2 എണ്ണം തയ്ക്കുന്നു. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് സെയിം ഡ്രസ്സ് തന്നെ ഞാൻ സെയിം കളറോ അല്ലെങ്കിൽ ഡിഫറെന്റ് കളറോ സെയിം സാധനം തന്നെ വീണ്ടും ഞാൻ തയ്ക്കണം. അപ്പം എൻ്റെ അളവിൽ വ്യത്യാസങ്ങളില്ലല്ലോ, എൻ്റെ ബോഡിക്ക് അളവിൽ വ്യത്യാസങ്ങളില്ലല്ലോ. സെയിം രണ്ടും ഒരേ ടൈമിൽ തന്നെയാണ് ഞാൻ തയ്ക്കുന്നത്, രണ്ടും ഒരേ അളവ് അളവ് തന്നെയാണ്, ഒരേ മോഡൽ തന്നെയാണ്. ഇവിടെ ഞാൻ ചെറിയൊരു വ്യത്യാസം വരുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരെണ്ണത്തിന് ഞാൻ ബേക്കിലേക്ക് നെക്ക് എടുക്കുന്നില്ല, അല്ലെങ്കിൽ എടുക്കുന്നത് ചെറുതായിരിക്കും. മറ്റു തടിക്കുന്നതിൽ ഞാൻ ബേക്കിലേക്ക് നെക്ക് കുറച്ച് 8 ഇഞ്ചോളം എടുക്കുന്നുണ്ട്. അപ്പോഴും ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ വ്യത്യാസം വന്നില്ലേ? 2 ഡ്രസ്സ് തയ്ക്കുന്നുണ്ട്, രണ്ടും എനിക്ക് തന്നെയാണ് തയ്ക്കുന്നത് എങ്കിലും ബേക്കിലെ നെക്കിന് അവിടെ ഇറക്കം വ്യത്യാസം വന്നപ്പോൾ ഷോൾഡറിൽ വ്യത്യാസം വന്നു അല്ലേ? അപ്പം അതാണ് പറയണത്, നമ്മൾ അളവിൽ വ്യത്യാസം വരുമ്പോൾ ഇപ്പോൾ ഒരേ ബോഡിക്ക് തന്നെ ആണെങ്കിലും ഒരേ അളവിൽ തന്നെ ആണെങ്കിലും ഷോൾഡർ മൈനസ് ഈ ഫോർമുലയാണ് മനപ്പാടാക്കി പഠിക്കുന്നത്. അല്ലാതെ അളവ് ഒരു കുട്ടിയുടെ അളവാണെങ്കിലും ശരി, മറ്റുള്ള കുട്ടികളുടെ അളവാണെങ്കിലും ശരി, അളവുകൾ എന്ത് ചെയ്യരുത്, മനപ്പാടാക്കി പഠിച്ചിട്ട് കാര്യമില്ല. പല അളവുകളും പിന്നെ ഒരേ അളവിൽ തന്നെ മോഡൽ വ്യത്യാസത്തിനനുസരിച്ചിട്ട് അളവിൽ വ്യത്യാസം വരും. ഈ മോഡൽ വ്യത്യാസം വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോളർ നെക്കിൻ്റെ ചുരിദാറിൽ എന്തെടുക്കൂല, ബേക്കിലേക്ക് ഇറക്കം എടുക്കുമോ? കോളർ വരണതാണ് അവിടെ ബേക്കിലേക്ക് ഇറക്കം വരൂല. അപ്പം എന്തില്ല, നമ്മൾ ഈ പഠിച്ച ഫോർമുല അവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അവിടെ ആവശ്യം വരില്ല. കാരണം എന്താണ്, അവിടെ ബേക്കിലേക്ക് ഇറക്കം എടുക്കുന്നില്ല. അപ്പം പിന്നെ ഷോൾഡറിൽ നിന്ന് മൈനസ് ചെയ്യാൻ അവിടെ എന്തില്ല, സംഖ്യ ഇല്ല. അപ്പോൾ അവിടെ എന്താ ചെയ്യുക, നമുക്ക് കിട്ടിയ ടോട്ടൽ ഷോൾഡർ എത്രയാണോ അപ്പോൾ ടോട്ടൽ ഷോൾഡറിൻ്റെ പകുതിയാണ് കാണേണ്ടത്. എന്നിട്ട് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് കൊടുക്കുക. തയ്യൽ തുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ലീവ് ഉള്ള ഡ്രസ്സിനാണെങ്കിൽ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്യാനുള്ള തയ്യൽ തുമ്പ്. അതല്ല സ്ലീവ് ഇല്ലാത്ത ഡ്രസ്സാണ് എന്നുണ്ടെങ്കിൽ അവിടെ മടക്കി തയ്ക്കാനുള്ളൊരു തയ്യൽ തുമ്പ് വേണ്ടേ, അല്ലെങ്കിൽ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് ഉള്ളിലേക്ക് വെക്കാനുള്ളൊരു തയ്യൽ തുമ്പ്. അതൊക്കെ നമുക്ക് ആ ഭാഗത്തുമ്പോഴേക്കും പഠിക്കാം. ഇപ്പം നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ബൈഹാർട്ടാക്കി പഠിച്ചു വെക്കുക. ജസ്റ്റ് ഒന്ന് കണക്കുകൾ പല നെക്കിൻ്റെ ഇറക്കത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയ അളവുകൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ നിങ്ങളുടെ അളവ് എത്രയാണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഒരു 18 ഇഞ്ച് വരും, 2 ഇഞ്ച് എടുക്കുമ്പോൾ എത്ര വരും, 3 ഇഞ്ച് എടുക്കുമ്പോൾ എത്ര വരും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം, കണക്ക് എഴുതി നോക്കാം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്കൊന്ന് 8ാം ക്ലാസ്സിലേക്കോ 9ാം ക്ലാസ്സിലേക്കൊക്കെ ഒന്ന് ഓടിപ്പോവാന്ന്. ഓക്കെ, ഇനി നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഇത്രയേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം നമുക്ക്. ആരൊക്കെയുണ്ടതിൽ? കിളി, ഈ കണ്ണാട ഇട്ടിരിക്കുന്ന താത്തയുടെ പേരെന്താ? മൈമൂന. ഓക്കെ, വീട് എവിടെയാ? വീട് തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയിലാണ്. ഞാനിപ്പോൾ ഉള്ളത് ഷാർജയിലാണ്. ഓ, ഓക്കെ. പിന്നെ പുത്തമ്പള്ളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പുത്തമ്പള്ളി അറിയാം. നിങ്ങളുടെ നാട് എവിടെ? പൊന്നാനി. ജംഗ്ഷൻ. എവിടെ? ചമ്രോട്ട അറിയോ? ചമ്രോട്ടം. ചമ്രോട്ട ജംഗ്ഷൻ. ഉമ്മാടെ അനിയത്തിൻ്റെ അവിടെ. പിന്നെ ആരാനി? അഫീഫ. എല്ലാരും ഒന്ന് പരിചയപ്പെടോ? സെബ, ഷൈനി, യൂനസ്. നീലശാലിട്ട. പറ, പേര് പറ. ഷൈനി തന്നെയാണോ പേര്? ഷൈനി യൂനസ്. ഓക്കെ, എറണാകുളത്താണ്. ഓക്കെ. ഒറ്റയ്ക്കുള്ളോ വീട്ടില്? ഇല്ല, പിള്ളേരൊക്കെ ഉണ്ട്. 2 പിള്ളേരുണ്ട്. വലുതായപ്പോ പറഞ്ഞു. മക്കള് വലുതായാല് നമ്മളെ വീട്ടിലെ ജോലി കുറയും, അപ്പൊ പഠിക്കണ്ട. നിങ്ങൾ പഠിച്ചു കാരണവന്മാരൊക്കെ ഉണ്ടായി. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ഫ്രീ ടൈം കുറച്ച് ചെറുപ്പത്തിൽ കിട്ടണമായിരുന്നു അല്ലേ? ഒരു കാര്യമായേനെ. വേറെ ആരാ ഉള്ളത്? വേറെ ആരും മൈക്ക് അല്ല വീഡിയോ ഓൺ ആക്കണില്ലല്ലോ.
സബ, അഫീഫ, അഫീഫ ഷഫ്ന. അഫീഫ, ഷഫ്ന. എവിടെ വീട്? മലപ്പുറം മലപ്പുറം. വിളയിൽ. മലപ്പുറം എവിടെ? കൊണ്ടോട്ടി വിളയില്. അറിയാം അറിയാം അറിയാം. അഫീഫയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? മക്കള് ആളെ കണ്ടിട്ട് ചെറുപ്പം തോന്നുന്നുണ്ട്. പഠിക്കുകയാണോ? ആ പഠിക്കാണ്. മോന് ചെറുതാണ്, പഠിക്കുന്നുണ്ട് കണ്ടിന്യൂ ആയിട്ട്. മോൻ ചെറിയ കുട്ടിയായിരിക്കും അല്ലേ അഫീഫ? അതെ. കുട്ടി പഠിക്കണ്ടാ? ഇല്ല, ചെറിയ 6 മാസമായിട്ടേ ഉള്ളൂ. ഓ, മോനാ മോളോ? മോന്. ഓക്കെ. ഇനിയും ആളുകളുണ്ട് ഗ്രൂപ്പിൽ, പക്ഷെ ക്ലാസ്സിലും ആരും വന്നിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. സെബ ഒന്ന് പരിചയപ്പെട്ടില്ല, ലാസ്റ്റത്തെ ആള്. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഞാനിതിൻ്റെ റെക്കോർഡ് അയക്കാം. നിങ്ങൾക്ക് ഈ ഒരാഴ്ച വർക്കിനുള്ള പരിപാടി ഉണ്ട്. വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അളവ് എടുക്കാൻ പഠിക്കുക. അതിൻ്റെ വീഡിയോ അയച്ചു തരും. അപ്പോൾ അതനുസരിച്ചിട്ട് ഒന്ന് അളവ് സ്വയം എടുത്ത് നോക്കാനും പഠിക്കാം, മറ്റൊരാളുടെ ബോഡിയിൽ നിന്ന് അളവെടുത്ത് നോക്കാനും പഠിക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ ടേപ്പിൽ തന്നെ കുറച്ച് കുന്ത്രാണങ്ങൾ നമുക്ക് പഠിച്ചെടുക്കേണ്ടതുണ്ട്. അത് അയച്ചുതരാം. പിന്നെ ചവിട്ട് അറിയാത്തുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡർ കറക്റ്റ് ഇങ്ങനെ എടുക്കാൻ നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടല്ലേ? ഇങ്ങനെ എല്ലാം എടുക്കാം. ഷോൾഡർ ഇങ്ങനെ എടുക്കില്ല. കാരണം നമ്മുടെ ഈ ഒരു ബോഡി, ഏതൊരു ബോഡി ആവട്ടെ, ഡെമ്മി ആവട്ടെ, നമ്മുടെ ഈ പുറം വിരിവ് കൂടുതലാണ്. ഈ ഒരു ഫ്രണ്ട് സൈഡ് ഒതുങ്ങിയിട്ടാ നിൽക്കാം. അല്ല, ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പൊ ബേക്കിലെ വീതിയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ഫ്രണ്ടിലെ ചുഴി, നമ്മുടെ ഫ്രണ്ടിലെ ആം ഹോളിൻ്റെ ഭാഗത്തൊന്നും ഒന്നും കൂടി ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യണമല്ലോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് ഭാഗം ഒന്ന് ഒതുങ്ങിയിട്ടാണ് നിൽക്കുക. അതുകൊണ്ടാണ് നമ്മൾ അവിടെ കട്ടിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ടിലെ ആം ഹോള് പ്രത്യേകിച്ച് ഒന്ന് കട്ട് ചെയ്യണത് അതുകൊണ്ടാണ്. കാരണം ഇവിടെ ഒതുക്കാണ്. അത് ഏത് ബോഡിക്ക്, കുട്ടികളുടെ ബോഡിക്കാവട്ടെ വലിയവരുടെ ബോഡിക്കാവട്ടെ, ആർക്കാണെങ്കിലും അങ്ങനെ. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മസിൽ പിടിപ്പിച്ചിട്ട് നിൽക്കില്ലല്ലോ, നോർമലായിട്ടല്ലേ നിൽക്കുക. അപ്പം അങ്ങനെ. അപ്പോൾ ഒരിക്കലും എന്താവരുത്, ഇവിടെ നിന്നല്ല വീതി എടുക്കുക, ബേക്കിൽ നിന്നാണ് വീതി എടുക്കുക. അത് നമ്മുടെ വീഡിയോയിലുണ്ട്. വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ?